ഇല്ലാത്ത ഈ വീടിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ജാനകി. ഗംഗ എന്നേക്കാളും നല്ല കുട്ടിയാ. എന്നേക്കാളും നന്നായി അവൾ ഈ വീട് നോക്കിക്കോളും. എന്നെ തടയാൻ ശ്രമിക്കരുത്. മനസ്സിനെ നിയന്ത്രിച്ച് എനിക്ക് പോവാനുള്ള അനുവാദം തരണം അരുണേട്ടൻ. എന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ ജാനകി? നിന്റെ കൂടെ ജീവിച്ചതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാനും അത് മറന്നിട്ടില്ല. അരുണേട്ടനെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ ഇന്നലെ നടന്നതുപോലെ എന്റെ മനസ്സിലുണ്ട്. ല്ല പോകുന്നത് അരുണേട്ടന്റെ കൂടെ ജീവിച്ച ഓർമ്മകളും കൂടെയുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും അരുണേട്ടനും നമ്മുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും. അതൊക്കെ ശരി. എന്നെ തനിച്ചാക്കിയിട്ട് നിനക്ക് പോവാൻ പറ്റുമോ? ദേവസേനയും ഗംഗയെയും അരുണേട്ടനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. അവർ അരുണേട്ടന്റെ സന്തോഷത്തിന് ഒരു കുറവും കൂടാതെ നോക്കിക്കോളും. അരുണേട്ടനും അവരെ ഒരു കുറവും വരാതെ നോക്കണം. അരുണേട്ടന്റെ കണ്ണീര് പോലും തുടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരാള് അരുണേട്ടന് ആവശ്യമില്ല. അങ്ങനെ പറയരുത് ജാനകി. നീ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. ഞാനിപ്പോ പോകുന്നതും അരുണേട്ടന്റെ നന്മയ്ക്കാണെന്ന് കരുതി എന്നെ പോവാൻ അനുവദിക്കണം. ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ഇനി എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഞാൻ പോവാം. ജാനകി, 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 ജാനകി. ജാനകി, 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 ജാനകി പോവരുത്. ജാനകി, ഇത്രയും നാളും എന്റെ കൺമുമ്പിൽ വരാതിരുന്ന നീ ഇപ്പോഴെന്തിനാ ജാനകി വന്ന്? നീ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കഴിഞ്ഞേനെ. വരൂ മാഡം. ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ മാഡം വരുന്നത്? സാറിനോട് മാഡം പറഞ്ഞില്ലായിരുന്നോ? സാർ എന്നോട് മാഡത്തെക്കുറിച്ച് ചോദിച്ചു. വേഗം പോയി സാറിനെ കാണ്. ശരി. ഈ വീട്ടിൽ നിന്ന് പോയപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു. എന്തായാലും തിരിച്ചു വന്നല്ലോ. ഇപ്പൊ എനിക്ക് സമാധാനായി. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ആരോടും പറയാതിരുന്നതിന് മോളോട് നന്ദിയുണ്ട്.
എന്താ പറ്റിയത്? ദേവസേനെ, ദേവസേനയ്ക്ക് എന്താ പറ്റിയത്? സ്റ്റെയർ കേസിൽ നിന്ന് വീണതാ. എങ്ങനെയാ വീണത്? നോക്ക, നീ ഇല്ലാത്തോണ്ടാ വീണത്. ഇന്നലെ നീ പറഞ്ഞത് ഞാൻ കേൾക്കാതിരുന്നോണ്ട് ദേഷ്യപ്പെട്ട് നീ കണ്ണഴുകി അമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേവസേനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത്. ഞാൻ അച്ഛന്റെ വീട്ടിൽ പോയെന്നോ? എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ പോയി നീ ഇതുവരെ വരാതിരുന്നെങ്കിൽ അവിടല്ലേ പോയിട്ടുണ്ടാവൂ. ഞാൻ മനസ്സറിയാത്ത കാര്യം ഇപ്പൊ പറയുന്നത്. ഞാൻ അരുണേട്ടനോട് പറഞ്ഞ കാര്യം ചെയ്യാത്തതില് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അന്ന് പുലർച്ചയ്ക്ക് ഞാൻ ഞെട്ടി എഴുന്നേറ്റത് അപശകുനം പോലെ ഒരു ദുസ്വപ്നം കണ്ടിട്ടാ. അതാ ഞാൻ അരുണേട്ടന്റെ പേരിൽ ഒരു വഴിപാട് നടത്താൻ അമ്പലത്തിൽ പോയത്. അവിടുത്തെ തിരുമേനിയോട് ഞാൻ ഈ ദുസ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോ അത് ഫലിക്കാതിരിക്കാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒരു ദിവസം ഭജന ഇരിക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി എനിക്ക് പോകേണ്ടി വന്ന അരുണേട്ടാ. പറഞ്ഞ ചിലപ്പോ അരുണേട്ട സമ്മതിക്കില്ലെന്ന് കരുതിയ വീട്ടിൽ ആരോടും പറയാതെ ഞാൻ നേരെ അങ്ങോട്ട് പോയത്. അല്ലാതെ ഒരിക്കലും അരുണേട്ടൻ കരുതിയ പോലെയല്ല. സോറി ഗംഗ, എനിക്ക് തെറ്റുപറ്റി. എന്നോട് അരുണേട്ടൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെയും ചേച്ചിയും കാണാൻ അങ്ങോട്ടേക്ക് പോകരുതെന്ന്. അതുകൊണ്ട് അരുണേട്ടൻ സമ്മതിക്കുന്നത് വരെ എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങോട്ട് പോവില്ല. കാരണം അരുണേട്ടനാണ് എനിക്കെല്ലാം. അത് കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. എന്റെ ജീവനുള്ളിടത്തോളം കാലം അരുണേട്ടന്റെ വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല. ദയവേത് ഇനിയെങ്കിലും എന്നെങ്കിലും തെറ്റിദ്ധരിക്കരുത്. മോൾക്കുള്ള കോഫിയല്ലേ, അവൾക്ക് ഞാൻ കൊടുത്തോളാം. ദേവസേനെ, മോളെ, ദേ എന്നിട്ട് ഈ കോഫി കുടിച്ചേ. പറയും മുരുക. സാർ, കൊട്ടാരത്തിലെ ബന്ധുവാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വന്നിട്ടുണ്ട് സാർ. അവളോട് നീ അകത്തേക്ക് വരാൻ പറ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. ഓക്കെ. അല്ല, കൊട്ടാരത്തിലുള്ള ആളുകളൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. ഇതിപ്പോ ആരാ പുതിയതായിട്ട് വന്നിരിക്കുന്നത്? കൊള്ളാലോ അവള്. ആരായിരിക്കും? കളർഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ടൊരു മഹാസംഭവം തന്നെയാണല്ലോ ഇവള്. ശരിക്കും ഇവള് ജാനകിയെ പോലെ തന്നെ ഉണ്ടല്ലോ. ആരായിരിക്കും? ആരാന്ന് മനസ്സിലായില്ല. താനെന്താ മിടിച്ചു നിൽക്കുന്നേ? നീ ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? അതെ, എന്താ മര്യാദ അല്ലാതെ നീ എന്നൊക്കെ വിളിക്കുന്നേ? അപ്പൊ പിന്നെ എടാന്ന് വിളിച്ചാ മതിയോ നിന്നെ? നോക്ക്, നീ കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വന്ന ഒരാളെ ഗേറ്റിൽ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് അനുവാദം ചോദിച്ചിട്ട് അകത്ത് കയറ്റാൻ താനാരാ? എന്താടോ, അങ്കിളില്ലാത്ത ഈ വീട്ടില് താനെന്താ അധികാരം സ്ഥാപിച്ചെടുക്കാൻ നോക്കാണോ? അങ്കിളോ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാവണ്ട. വീട്ടില് വാച്ച്മാന്റെ ജോലി നോക്കുന്ന തന്നോടൊക്കെ ഞാൻ എന്ത് സംസാരിക്കാനാ? വാച്ച്മാനോ? എന്നെ കണ്ടിട്ട് വാച്ച്മാനായിട്ടാണോ നിനക്ക് തോന്നിയത്? മര്യാദക്ക് സംസാരിച്ചോണം, പറഞ്ഞേക്കാം. ഈ കൊട്ടാരോ നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. നിന്നോട് മര്യാദ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല.
വേഗം പോയി അരുണിനോട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയും. നീ ആരാണെന്ന് പറഞ്ഞാലേ അരുണിന്റെ അടുത്തേക്ക് ഞാൻ വിടുള്ളൂ. എന്നെ അകത്തുവിടാൻ താനാരാ? ഞാൻ തന്നെ പോയി കണ്ടോളാം. എന്റെ അനുവാദമില്ലാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ നീ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? ഏയ്, വഴി തനി വഴി. എതിർക്കാനെങ്ങാനും വന്നാ മേരി കോമിന്റെ പോലുള്ള പഞ്ചാണല്ലോ. പടയപ്പ രജനിയെ പോലുള്ള ഡയലോഗും. ആരായിരിക്കും ഇവള്? എനിക്കിനി ആരുമില്ല എന്നുള്ള ചിന്തയോടെ ഞാൻ നടു റോട്ടിൽ നിന്നപ്പോ ദൈവസന്നിധിയിൽ വെച്ച ഈ താലി എന്റെ കഴുത്തിൽ വീണത്. ഇത് മുറപ്രകാരം നടന്നതല്ലായിരിക്കാം. നിങ്ങള് ഒരു പുടവ പോലും എനിക്ക് തന്നിട്ടില്ലായിരിക്കാം. എന്നാ എനിക്ക് ദൈവം തന്നതാ ഈ ജീവിതം. സീതേ, അരുണിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഇവിടുന്ന് പോയത്? ഇപ്പൊ പിന്നെ എന്തിനാ തിരിച്ചു വന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിള് മരിച്ചുപോയ വിവരം ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നത്. അച്ഛനിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. കാപ്പി ഗംഭീരമായിട്ടുണ്ടല്ലോ മോളെ. ജാനകി ഉണ്ടാക്കുന്ന കാപ്പിയുടെ അതേ രുചി തന്നെ. സത്യമാണോ അച്ഛാ? അതെ മോളെ, അവളുടെ കൈകൊണ്ട് പഴഞ്ചോറാണ് വിളമ്പി തരുന്നതെങ്കിൽ പോലും അത് അമൃത് പോലെ ഇരിക്കും മോളെ. അത്ര കൈപ്പുണ്യമുള്ള കുട്ടിയാ അവള്. നിനക്കും അതേ കൈപ്പുണ്യം തന്നെയാ ഉള്ളത്. അങ്കിളിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ നമ്മളെ വിട്ടു പോയെങ്കിലും കുറച്ച് സ്വന്തക്കാരെ നമുക്ക് തന്നിട്ടുണ്ട്. വാ, പരിചയപ്പെടുത്താം. ഇതെന്റെ അമ്മ, അച്ഛന്റെ സെക്കൻഡ് വൈഫ്.
നമസ്കാരം. ഇത് മാളവിക. ഒറ്റ മോള, ഹായ്. എന്റെ ഒരേ ഒരു അനിയത്തി. ആ, ഇത് അമ്മയുടെ ബ്രദറാ. എന്റെ അങ്കിള്. ഇതാരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇത് സീത. ഗംഗയുടെ ഫ്രണ്ടാ. ഇവള് ഗംഗയുടെ ഫ്രണ്ടാണെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സീതേ, നീ ലണ്ടനിലായിരുന്നില്ലേ? ഏട്ടൻ മരിച്ച വിവരം നീ എങ്ങനെ അറിഞ്ഞു? ലണ്ടനിലെ കോഴ്സ് പൂർത്തിയാക്കി ഞാനിപ്പോ ഡൽഹിയിൽ വർക്ക് ചെയ്യാ. ഓർഫണേജിൽ ആരോ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് മുത്തശ്ശി എന്നെ അറിയിച്ചത്. അങ്ങനെ വന്നതാ. അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ കഴുത്തിൽ താലി എവിടെ? സെന്റിമെന്റ് നോക്കി കഴുത്തിൽ അണിഞ്ഞിരുന്നതൊക്കെ എന്നെ ഞാൻ അഴിച്ചു മാറ്റി. ഇപ്പൊ ഞാൻ പഴയ സീതയല്ല. എന്റെ ജീവിതത്തില് ഇനി ഒരിക്കലും സെന്റിമെന്റ്സിന് ഇടവുമില്ല. ലണ്ടനും ഡൽഹിയും എന്നെ ഒരുപാട് മാറ്റി. അവിടുത്തെ ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. എന്തായാലും നീ വന്നതിൽ ഒരുപാട് സന്തോഷം മോളെ. ആ, ഗംഗയും ദേവസേനയും കണ്ടാലേ എനിക്ക് സന്തോഷാവും. എവിടെയാ അവര്? മോള് റൂമിലുണ്ട്. ഓക്കെ, ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി. ഹായ് മുരളി, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. നിനക്ക് സുഖാണോ? സുഖം തന്നെയാ. കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഒന്ന് വേഗം കഴിക്കും മുരളി, വയസ്സ് കൂടി വരികയല്ലേ. അരുൺ മോനെ, ഒന്ന് നിന്നേ. മോനെ, നീ എന്നോട് ഒളിച്ചു വെക്കരുത്. സത്യം എന്താന്ന് പറ. ഈ വന്നിരിക്കുന്നത് ആരാ? വാങ്കളെ പറയാം. സീതേ, എഴുന്നേക്ക്. നീ എന്തിനാ എന്റെ കാലിൽ വീഴുന്നേ? നല്ലൊരു ഫ്രണ്ടായിട്ടാ ഗംഗ അന്ന് എന്നെ കണ്ടിരുന്നത്. എന്നിട്ടും ഞാൻ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് തെറ്റായിരുന്നില്ലേ? സീത മാത്രല്ലല്ലോ, എന്റെ ഭർത്താവ് എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? പിന്നെങ്ങനെ സീത കുറ്റക്കാരിയാകുക? എന്തു തന്നെയായാലും അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഒരിക്കലും മറക്കരുതായിരുന്നു. സാരില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെങ്കിലും എന്റെ ജീവിതം നന്നായിരിക്കണമെന്ന് കരുതി സീത എപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോയോ അപ്പൊ തന്നെ നീ ആരാണെന്ന് തെളിയിച്ചില്ലേ? ത്യാഗം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ആ ആത്മാർത്ഥത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും സീതേ. ഞാനും അങ്ങനെ തന്നെയാ ഇപ്പൊ ഗംഗേ. അതുകൊണ്ടാ എന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല ഞാൻ അഴിച്ചു മാറ്റിയത്. അപ്പോഴത്തെ ആ സാഹചര്യത്തില് അറിയാതെ കെട്ടിപ്പോയ താലിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആ പൊട്ടിപ്പെണ്ണ് സീതയല്ല ഇപ്പൊ ഈ നിൽക്കുന്നത്. ഈ ഗംഗയുടെ സ്നേഹത്തിനും സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ സീതയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു മാറ്റം സീതയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ മാറിയത് സത്യ. ദേവസേന അവളിപ്പോ എങ്ങനെയുണ്ട്? അവൾ അകത്തുണ്ട്. സീതയെ കാണുമ്പോ അവൾക്ക് സന്തോഷാകും. വാ. ആരാ? ഞാൻ പടം വരയ്ക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യണേ. ആരാന്ന് കണ്ടുപിടിച്ച മോള്? ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ മിണ്ടാൻ പോകുന്നില്ല.
ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്നാ ആരാന്ന് പറയേ? ഓറഞ്ചിന് മധുരം, ആപ്പിളിന് മധുരം, മാതുളത്തിന് മധുരം, മാമ്പഴത്തിന് മധുരം, സീതപ്പഴത്തിനോ? ആ, ഇത് സീതമ്മയാ. ഞാൻ കണ്ടുപിടിച്ചു, കണ്ടോ? നീ ആള് കൊള്ളാലോ. സീതമ്മേ, ആളാകെ മാറിപ്പോയല്ലോ. ആളൊക്കെ മാറി. എന്നാ മോളെ ഞാൻ മറന്നിട്ടില്ല. ഞാനും മറന്നിട്ടില്ല. എത്ര നാളായി കണ്ടിട്ട്. ഇനി സീതമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങോട്ടും പോവണ്ട. നീ ഇങ്ങനെ പറഞ്ഞല്ലെങ്കിൽ അവൾക്ക് അവളുടെ വീട്ടിൽ പോണ്ടേ?